Hi friends, in this video lecture we shall see about parallel axis theorem. Parallel axis theorem actually comes in the section of moment of inertia. We shall first try to understand what is parallel axis theorem and later we shall prove the parallel axis theorem. ഇപ്പോൾ parallel axis theorem എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏരിയ ഉണ്ട്, ആ ഏരിയയുടെ സെൻട്രോയിഡ് നമ്മൾ കണ്ടുപിടിച്ചു. And this is the centroidal axis. അപ്പം നമുക്ക് ഈ ഏരിയയുടെ ഈ സെൻട്രോയിഡൽ ആക്സിസിന് ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ടുള്ള വേറൊരു ആക്സിസിലേക്ക് ഈ ഏരിയ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. That means the moment of inertia that this area makes about this axis can be used to find out the moment of inertia that this area makes about this axis. Or ഈ ആക്സിസിൽ ഉണ്ടാകുന്ന moment of inertia നമുക്ക് ഈ ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. Now let us see the statement of parallel axis theorem. If you want, you can pause the video and you can read the statement. The statement നമ്മൾ already ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു, but still നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. If Ig is the moment of inertia of a plane area A about its centroidal axis, then moment of inertia about any axis AB which is parallel to centroidal axis and at a distance h from the centroidal axis is given by IAB equal to IG plus AH square. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് we have an area, we have a centroid, we have a centroidal axis. ഈ ഏരിയ ഈ സെൻട്രോയിഡൽ ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാമെങ്കിൽ ഈ ഏരിയ എ ബി എന്ന് പറയുന്ന ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. And for that we can use this equation. IAB, moment of inertia about AB will be equal to IG plus AH square. IG എന്താ? IG is the moment of inertia of this area about the centroidal axis. A, capital letter A, is the area of this figure, and H is the distance between the centroidal axis and the axis under consideration. So by parallel axis theorem, we can find out the moment of inertia that any area makes about an axis. Provided these two axes are parallel and the moment of inertia about centroidal axis is known. അപ്പം സെൻട്രോയിഡൽ ആക്സിസിന് ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാമെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ആക്സിസിലേക്കും വരുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് പാരലൽ ആക്സിസ് തിയറം വഴി കണ്ടുപിടിക്കാം. ഇതാണ് അതിനുള്ള ഇക്വേഷൻ. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് parallel axis theorem or mathematical representation of parallel axis theorem. Okay friends, I hope that the statement of parallel axis theorem is clear to you. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് അല്ലെ parallel axis theorem ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ റിവൈൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ടോപ്പിക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. കമ്മിങ് ടുവേർഡ്സ് ദ പ്രൂഫ് ഓഫ് parallel axis theorem, നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ദ mathematical expression of parallel axis theorem. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ പ്രൂഫിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് തിങ്, G എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൻട്രോയിഡ് ഓഫ് ആൻ ഏരിയ.
ഒരു 3-dimensional ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണോ അത് തന്നെയാണ് ഒരു 2-dimensional പ്ലെയിൻ ഏരിയയ്ക്ക് സെൻട്രോയിഡ്. ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ ഏരിയ ഇസ് സപ്പോസ് ടു കോൺസെൻട്രേറ്റ്. അതിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോമെട്രിക് സെൻറ്റർ. ഇനി നമുക്കറിയാം എക്സ് ബാർ വൈ ബാർ ആണ്. എക്സ് ബാർ വൈ ബാർ എന്ന് പറഞ്ഞാൽ ജിയുടെ കോർഡിനേറ്റ്സ് ആണ്. ഇറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് ആൻഡ് അവർ റെഫറൻസ് ആക്സിസ്. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ റെഫറൻസ് ആക്സിസ് അല്ലെങ്കിൽ ഗ്ലോബൽ ആക്സിസ് വരയ്ക്കുന്നത്. നമ്മുടെ ഫിഗറിൻ്റെ ജി ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദ ജി. നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ ബാർ അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത്. സോ എക്സ് ബാർ ആൻഡ് വൈ ബാർ ആർ കോർഡിനേറ്റ്സ്. ആൻഡ് യു നീഡ് ടു റിമെമ്പർ, നിങ്ങൾ 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും സെയിം എക്സ് ബാർ വൈ ബാർ വാല്യൂ വരണമെന്നില്ല. ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ വെയർ യു ഡ്രോ ദ റെഫറൻസ് ആക്സിസ് ഓർ ഗ്ലോബൽ എക്സ് ഗ്ലോബൽ വൈ ആക്സിസ്. ഇനിയും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ദ ഇക്വേഷൻ ഓഫ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. എക്സ് ബാർ വൈ ബാറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബാറിൻ്റെ ഇക്വേഷൻ വാസ് ലൈക്ക് ഇൻ്റഗ്രൽ എക്സ് ഡി എ ബൈ ഇൻ്റഗ്രൽ ഡി എ. വൈ ബാറിൻ്റെ വരുന്നത് ഇൻ്റഗ്രൽ വൈ ഡി എ ബൈ ഇൻ്റഗ്രൽ ഡി എ. ഇത് രണ്ടുമായിരുന്നു എക്സ് ബാറിൻ്റെ വൈ ബാറിൻ്റെ ഇക്വേഷൻ. ഒന്ന് താഴോട്ട് എഴുതിയേക്കാം. എക്സ് ബാർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എ ബൈ integral dA and y bar is equal to integral y dA by integral dA. ഇത് മാത്രമല്ല, we had a derived equation from this equation. We derived equation from this equation. It was like a1x1 plus a2x2 plus etc by a1 plus a2 അതുകൊണ്ടായിരുന്നു. Then we had similar equation a1 y1 plus a2 y2 plus etc by a1 plus a2. സോ അപ്പോൾ നമ്മൾ ഈ പാരലാക്സിസ് തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ജി എന്താണ്, എക്സ് ബാർ വൈ ബാർ എന്താണ്, എക്സ് ബാർ വൈ ബാറിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നൗ വി ഷാൽ മൂവ് ടു ദ പ്രൂഫ് ഓഫ് പാരലാക്സിസ് തിയറം. ഫ്രണ്ട്സ്, നമ്മൾ പാരലാക്സിസ് തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് പോവാണ്. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫിഗർ നമുക്കൊന്ന് മനസ്സിലാക്കാം. വി ഹാവ് ആൻ ഏരിയ എ. എ എന്ന് പറയുന്ന ഏരിയയുടെ പേരുമാണ്, ആ ഏരിയയുടെ വാല്യൂ ആണ് എ, ക്യാപിറ്റൽ ലെറ്റർ എ. ആൻഡ് ദിസ് ഈസ് അവർ ജി, സെൻട്രോയിഡ്. ദിസ് ഈസ് അവർ സെൻട്രോയിഡ്. ദിസ് ഈസ് എ സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ റെഫറൻസ് ആക്സിസ്. അപ്പം നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസും നമ്മുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന റെഫറൻസ് ആക്സിസും ഒരേ പോയിന്റോടെയാണ് പാസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ റെഫറൻസ് ആക്സിസ്. രണ്ട് കാര്യം. ഓക്കെ, നൗ വി ഹാവ് അനദർ ആക്സിസ് എ ബി which is parallel to the centroidal axis at a distance h. We have taken a small area dA at a distance y from centroid. From y, h, dA, centroidal axis, reference axis and another axis AB. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്. So you may pause the video and if you have any doubts in the markings, you can pause the video and just rewind. Okay. Now നമുക്ക് പാരലൽ ആക്സിസ് തിയറത്തിലേക്ക് പോവാം. പാരലൽ ആക്സിസ് തിയറത്തിൽ നമുക്ക് വേണ്ടത് ഈ ഏരിയ, വലിയ ഏരിയയുടെ ഈ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മോഡ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ നമുക്ക് വേണ്ടത്. ഈ വലിയ ഏരിയ എടുത്ത് ചെയ്യുന്നതിന് പകരം we shall take a small area and we shall integrate. ഇതാണല്ലോ നമ്മൾ സാധാരണ ചെയ്യാറ്. We shall take a small area dA. Okay. Now, what was moment of inertia? Moment of inertia was second moment of area. ഒരു ഏരിയ ഒരു ആക്സിസിലേക്ക് രണ്ട് തവണ മൊമെന്റ് എടുക്കുക. That is moment of inertia. So let us start from that equation. IAB equal to, I believe you all remember the basic equation, r square dA, moment of inertia. Second moment of area, integral r square dA. നമുക്ക് ആ സെയിം കാര്യം തന്നെ ഇവിടെ എടുക്കാം.
ആ സെയിം ഇക്വേഷൻ തന്നെ. IAB ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ആർ എന്തായിരുന്നു ആർ സ്ക്വയർ ഡി എയിൽ? ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയും നമ്മൾ ഏത് ആക്സിസിലേക്കാണോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എടുക്കുന്നത് അത് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിരുന്നു. സോ ഓവർ ഹിയർ ആർ ബിക്കംസ് y plus h. So obviously r square will become y plus h the whole square dA. And expand here, integral y square plus h square plus 2hy whole multiplied by dA. നമുക്ക് അകത്തോട്ട് എടുക്കാം. ഇൻ്റഗ്രൽ y square dA plus integral h square dA plus integral 2hy dA. Now നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് let us take y square dA. എന്താണ് ഇൻ്റഗ്രൽ y square dA? IAB is equal to integral r square dA. Moment of inertia about AB axis equal to integral r square dA. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഇൻ്റഗ്രൽ y square dA? ഒരു ഏരിയ, ഒരു ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. A small area, an axis. In fact, here it is centroidal axis and the distance between the area and the axis. അപ്പോൾ ഇൻ്റഗ്രൽ y square dA എന്തായിരിക്കും? ഇൻ്റഗ്രൽ y square dA will be nothing but IG, moment of inertia about centroidal axis. xx yy എന്നുള്ളത് നമുക്ക് എഴുതണ്ട. IG xx ആണ് ശരിക്കും, നമുക്ക് IG എന്നങ്ങ് എഴുതാം. IG xx ആണ് ശരിക്കും, നമുക്ക് IG എന്ന് മതി moment of inertia. So integral y square dA from this basic definition of moment of inertia, second moment of area, integral y square dA will be nothing but IG, moment of inertia about centroidal axis. ഈ ഏരിയയെ ഈ ആക്സിസിലേക്ക് മൊമെൻ്റ് എടുക്കുന്നു. ഈ ഏരിയയെ ഈ ആക്സിസിലേക്ക് മൊമെൻ്റ് എടുത്തപ്പോഴാണ് IAB എന്ന് വന്നത്. IG പ്ലസ് here h square dA. What is h? H is the distance between centroidal axis and our axis AB. It will be a constant value. It's not going to change because centroid is a constant and AB axis is also a constant. So this distance will always be constant. So we will be left with h square integral dA plus 2h, h constant ആണ് അതുകൊണ്ട് എടുത്തു integral y dA. Integral y dA. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി എഴുതാം. It will be equal to IG plus h square A plus 2h integral y dA. ഇനി just pause the video and find what is integral y square dA. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുറകോട്ടൊന്ന് നോക്കിയിട്ട് എന്താണ് ഇൻ്റഗ്രൽ y square dA, ഇൻ്റഗ്രൽ y dA എന്നൊന്ന് നോക്കുക. ജസ്റ്റ് പോസ് ദ വീഡിയോ ആൻഡ് റീവൈൻഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് വാസ് ഇൻ്റഗ്രൽ y dA. നമുക്ക് y bar ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. y bar ഈക്വൽ ടു integral y dA by integral dA. From here we can write integral y dA is equal to integral dA into y bar. dA into y bar. So നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ it will become nothing but a y bar. അപ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് എഴുതാം. IG plus a h square plus 2h into a y bar. IAB. Now, once again pause the video and tell me what is the value of y bar from our figure. Y bar is the distance between G and our reference axis.
G and reference axis. In our figure, we have conveniently drawn that our centroidal axis and the reference axis coincides. നമ്മൾ എങ്ങനെ വരച്ചേക്കുന്നത്? സെൻട്രോയിഡൽ ആക്സിസും റെഫറൻസ് ആക്സിസും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ y ബാറിന് വാല്യൂ ഉണ്ടോ? y ബാറിന് വാല്യൂ ഇല്ല. ഗുഡ്. y bar will be 0. So we will be left with IAB equal to IG plus AH square. This is the proof of parallel axis theorem. AG plus AH square. Upon if you know the value of moment of inertia about the centroidal axis, we can find out value of moment of inertia about any axis, provided these axes are parallel to each other. ഇതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. നമുക്കൊരു വലിയ ഏരിയ ഉണ്ട്, ആ വലിയ ഏരിയയുടെ സെൻട്രോയിഡിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ ഇതേ ഏരിയയുടെ വേറൊരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, provided these two axes are parallel. So this is parallel axis theorem. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു തിയറം കൂടെ ഉണ്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. ഇറ്റ്സ് കോൾഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതുകൂടെ ഒന്ന് നോക്കാം. നെക്സ്റ്റ് വി ഹാവ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. നമുക്ക് പറയാം. വി ഹാവ് ആൻ ഏരിയ എ. ഓക്കെ, ഇഫ് Ix, capital X ആണ്, is the moment of inertia of this area about x axis, and Iy is the moment of inertia of this area about capital Y axis, then Izz will be equal to Ixx plus Iyy, provided xx, yy and zz axes are mutually perpendicular. ഒരിക്കൽ കൂടി പറയാം. We have an area A. Then Ixx, capital X ആണ്, is the moment of inertia of this area about x axis, and Iyy is the moment of inertia of this same area about y axis. Then Izz will be equal to Ixx plus Iyy, provided xx, y and zz axes are mutually perpendicular. നമ്മൾ ഈ സെയിം കാര്യം തന്നെ നമുക്കൊന്ന് പിക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കൊരു ഏരിയ ഉണ്ട് എ, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ X, z, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസസ്. സെൻട്രോയിഡൽ ആക്സസ് ഒന്നുമല്ല, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസ്. Now we have to consider a small area dA. It's not the centroid, വെറുതെ ഒരു ഏരിയ കൺസിഡർ ചെയ്തു. Let small x be the distance of this area from y axis, small y be the distance of this area from x axis. Small x, small y. X is the distance from y to a, and y is the distance from xx to a. And let us find out Izz, moment of inertia of this small area about zz axis. From the definition of moment of inertia, we can write Izz is equal to integral r square dA, second moment of area, r square dA. r എന്തായിരുന്നു? a നമ്മുടെ ഏരിയ മുതൽ നമ്മുടെ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, r square. If you look over here, you can say that r square is nothing but x square plus y square from Pythagoras theorem. So let us write that the integral x square plus y square dA. Expand here, integral x square dA
plus integral y square dA. Now what is integral x square dA? X square dA is I by y. And what was integral y square dA? It's ixx. I is this is perpendicular axis theorem. A very simple thing. I shall give the statement, the class. Now I hope it's clear to you.